ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബ്ലാക്കും ബ്ലാക്ക് ഇട്ടോ വന്നപ്പോൾ മനസ്സിലായില്ല, ഞങ്ങൾ പാട്രിയോട്ട് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. യെസ് ഗായ്സ്, സ്വന്തം പടം പാട്രിയോട്ട്. സ്വന്തം പടമല്ല, മമ്മൂട്ടി മോഹൻലാലിന്റെ പടം പാട്രിയോട്ട്. മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ മൂവി വരുന്നത്. അതെ, കുറെ നാളെന്ന് പറഞ്ഞാൽ കുറെ നാളായി. നമ്മൾ 2020 പിന്നെ ഹരികൃഷ്ണൻ സാർ അങ്ങനെയൊക്കെ കണ്ടിട്ട് കുറെ നാളുകൾക്ക് ശേഷം തന്നെ ഇപ്പോ ഒരു മമ്മൂട്ടി കോംബോ വന്നു, മമ്മൂട്ടി മോഹൻലാൽ കോംബോ വന്നു. എന്നാൽ ഇത് ആ ഒരു ടൈപ്പ് കോംബോ അല്ല. നമ്മള് ഫുള്ളി കോമ്പിനേഷൻ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒബ്വിയസ്ലി മമ്മൂട്ടിയാണ്. ഇത് മമ്മൂട്ടിയുടെ പടമാണ്, ഇത് മമ്മൂട്ടിയുടെ പടമാണ്. അതാണ് കഥ. അത് നമുക്ക് മമ്മൂട്ടി മോഹൻലാലിന്റെ പടാന്ന് പറയാം, ബട്ട് ഇത് മമ്മൂട്ടി പടമാണ്. ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം നിറച്ച് മമ്മൂട്ടിയാണ്, മോഹൻലാലാണ്. ഫസ്റ്റ് മുഴുവൻ കഥ ഒക്കെ തുടങ്ങുന്നത് മമ്മൂട്ടിയിലൂടെയാണ്, പിന്നെ അത് മോഹൻലാലിലെത്തി, പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു കഥ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ബേസിക്കലി സൈബർ ക്രൈം ആക്ഷൻ ത്രില്ലർ മൂവി. ജോണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ അത് പച്ചയായി മനുഷ്യരിലേക്ക് എത്തിക്കുന്നു. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു വീഡിയോ, ആ ഒരു കളർ ഗ്രേഡിങ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ടൈപ്പ് ഓഫ് കളർ ഗ്രേഡിങ്. നമുക്ക് ഒത്തിരി ഹെഡേക്ക് വരില്ല, കാണാൻ നല്ല കൂൾ മൂഡിലാണ് ഫുൾ പടം കൊണ്ടുപോകുന്നത്. എക്സാക്ട്ലി പറഞ്ഞത് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് മൂവി, ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഫുൾ വീഡിയോ ആംഗിൾസ്, ആക്ഷൻസ്, എഡിറ്റിംഗ് ഒക്കെ ആ ഒരു കാറ്റഗറിയിലേക്ക് ഒരു പാൻ ഇന്ത്യ മൂവി ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. ആ ഒരു പവർ ഉണ്ട്, ആ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, ആ ഒരു ടൈപ്പാണ് അതിന്റെ ആക്ഷൻ സീൻസും ആ കഥയുടെ പോക്കൊക്കെ അതേപോലെയാണ്. ഡയറക്ഷൻ ഇറ്റ്സ് റിയലി ഇൻ സച്ച് എ വേ എന്ന് പറയാൻ പറ്റും. ഡയറക്റ്റഡ് ബൈ മഹേഷ് നാരായണൻ ആൻഡ് മാലിക് മൂവി പിന്നെ അതേപോലെ വേറെ 1-2 മൂവീസ് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു ഡയറക്ടറിന്റെ മൂവിയാണ്, ആളുടെ തന്നെയാണ് കഥയും. ഡയറക്ട് ഫിലിം റിട്ടൺ കോ എഡിറ്റഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ മഹേഷ് നാരായണൻ. ഇറ്റ്സ് എ നൈസ് മൂവി എന്ന് പറയാം. പിന്നെ കുറെ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ഒരു നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതില് വേറെ കാര്യം, എല്ലാ നായകന്മാരും നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. അവരിൽ തന്നെയാണ് വില്ലന്മാരും ഉള്ളത്. വില്ലന്മാരായിട്ട് നമ്മൾ വേറെ ആരും കാണണ്ട. ഈ നായകന്മാരിൽ ഒരാളോ രണ്ടാളോ ഒക്കെ തന്നെയാണ് വില്ലന്മാരും വരുന്നത്. നയൻസ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് ഇഷ്ടപ്പെടും, നയൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക്. പിന്നെ പാട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പാട്ട് നമുക്ക് അങ്ങനെ മനസ്സിൽ ടച്ച് ആവുന്ന ഗാനങ്ങളൊന്നും അല്ല ഉള്ളത്. ബട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഓരോ സീൻ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് ഐ തിങ്ക് 1 or 2 songs 2 പാട്ടേ ഉള്ളൂ. ഒരു ലവ് സോങ് ഉണ്ട്, പിന്നെ ഒരു ലാസ്റ്റിൽ ഒരു പാട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആൻഡ് മ്യൂസിക് ഇസ് ബൈ സുഷിൻ ശ്യാം. നല്ലൊരു പടത്തിന്റെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പടം കണ്ടിരിക്കാം. 3 മണിക്കൂറുണ്ട് പടം, 3 മണിക്കൂറുണ്ട് പടം. അത് നമുക്ക് ബോറടിക്കില്ല. ഒരു നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. നമുക്ക് ഇന്ന് ബെസ്റ്റ് നമുക്ക് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ഈ ഒരു ടൈമിൽ ഈ ഒരു ക്യാരക്ടറും ഈ ഒരു ആക്ഷൻ സീൻസും ഇങ്ങനത്തെ പടവും വന്നത് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് ആ ഒരു കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ സൂപ്പറാണ്. നമുക്ക് ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ആക്ഷൻ ഫീൽ ഗുഡ് എന്ന് പറയാം അല്ലേ. ലാസ്റ്റ് ആവുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആവശ്യപ്പെട്ടു, നമ്മുടെ ഉള്ളിൽ തോന്നുവേ ഇങ്ങനെ ആവും, അതങ്ങനെയാണ്. അപ്പൊ അതൊന്നും ഇങ്ങനെ ആയാൽ നല്ലതല്ലേ എന്ന് തോന്നുന്ന ഒരു സീനൊക്കെ വരും. അത് നമുക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് തന്നെ പറയാം, കണ്ടിരിക്കാം. മെയിൻലി കുറെ ആക്ഷൻ സീൻസ് ഉണ്ട്, കാർ ചേസിങ് സീൻസ് ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ഹോളിവുഡ് സ്റ്റൈലിൽ അവര് പോർട്രേ ചെയ്തിട്ടുണ്ട്. 3 ഫൈറ്റ് സീൻസ് മെയിൻ ഫൈറ്റ് സീൻസ് ഉണ്ട്, പിന്നെ ഒരു കാർ ചേസിങ് സീൻ ഉണ്ട്. അതൊക്കെ നല്ലതായിട്ട് ഹോളിവുഡ് ലെവലില് കൊണ്ടുവന്നിട്ടുണ്ട്. വിച്ച് ഇസ് റിയലി ഗുഡ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന നയൻതാരയ്ക്ക് ആകെ 3-4 സീനിലെ ഇതുള്ളൂ, എന്താ പറയാ, സംസാരിക്കുന്നുള്ളൂ, ഡയലോഗുള്ളൂ. ആകെ 4 സീനിലാണ് അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. വേറെ ഞാൻ മൂവി കണ്ടിരിക്കും. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഉണ്ടെന്ന് പറയുമ്പം ഇറ്റ്സ് ഒബ്വിയസ്ലി ഹൗസ്ഫുൾ. ഞങ്ങൾ ഇന്ന് പോയപ്പോഴും ഹൗസ്ഫുൾ ആയിരുന്നു. എന്തായാലും ഈ ഒരു എഫക്റ്റ് 2 വീക്സ് ഉണ്ടാവും. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതുകൊണ്ട് നമ്മളെല്ലാരും കാണും ചെയ്യും, തിയേറ്ററിൽ പോയിട്ട് കാണണം. അത് അങ്ങനത്തെ ഒരു ഈ ഒരു ജനറേഷനിലേക്ക് പറ്റിയൊരു മൂവിയാണ്.
മൂവിയാണ്. എസ്പെഷ്യലി വൺ ടൈം വാച്ച് മൂവി തിയേറ്റർ വാച്ച് ആണ്. തിയേറ്റർ വാച്ച് ഇതൊരു ക്രൈം സൈബർ ക്രൈം ആക്ഷൻ മൂവി, ആക്ഷൻ ത്രില്ലർ മൂവി. പിന്നെ ഇത് മമ്മൂട്ടിയുടെ പടമാണ് കേട്ടോ. അപ്പോൾ ഇതാരും മറക്കണ്ട. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഇതാണ് ഞങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിവ്യൂ. ചെറിയൊരു കോൾഡ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഇതേപോലെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. തിയേറ്ററിൽ പോയി കാണാം. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ഇടുക. ഞങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല എങ്കിലും കൂടുതലൊന്നും ഞങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. Bye.